ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 17. സഹസ്രയുഗപര്യന്തമഹര്യത് ബ്രഹ്മണു വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേഹോരാത്രവിദോ ജനാഃ. വിവർത്തനം. മനുഷ്യ ഗണിതപ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന്. രാത്രിക്കും അങ്ങനെ തന്നെ. ഭാവാർത്ഥം: ഭൗതിക പ്രപഞ്ചത്തിന് സ്വൽപ്പകാലമേ നിലനിൽപ്പുള്ളൂ. കൽപ്പങ്ങളിലൂടെയാണ് അതിൻ്റെ കാലഗണന. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമത്രേ കൽപ്പം. അതിനിടയിൽ കൃതം, ത്രേത, ദ്വാപരം, കലി എന്നീ 4 യുഗങ്ങൾ 1000 തവണ കടന്നുപോകുന്നു. കൃതയുഗത്തിൻ്റെ വിശേഷതകൾ സത്യം, ധർമ്മം, ജ്ഞാനം എന്നിവയാണ്. അജ്ഞാനമോ ദൗഷ്ട്യമോ ഉണ്ടാവില്ല. അതിനാൽ ഈ യുഗത്തിൻ്റെ ദൈർഘ്യം 17,28,000 വർഷങ്ങളാണുള്ളത്. ത്രേതായുഗത്തിൽ അധർമ്മം ഉളവാകുന്നു. ഈ യുഗത്തിന് വർഷങ്ങൾ 12,96,000. ദ്വാപരയുഗത്തിൽ ധർമ്മവും സത്യവും വീണ്ടും കുറയുന്നു. ദൗഷ്ട്യം വളരുന്നു. ഇതിന് വർഷങ്ങൾ 8,64,000. ഒടുവിൽ കലിയുഗം 5000 വർഷങ്ങളായി ഇതാരംഭിച്ചിട്ട്. മത്സരം, അജ്ഞാനം, അധർമ്മം ഇവ അമിതമായി വർദ്ധിക്കും. ശരിയായ ധർമ്മത്തിന് നിലനിൽപ്പില്ലെന്ന് വരും. ഈ യുഗത്തിന് വർഷങ്ങൾ 4,32,000. കലിയുഗത്തിൽ അധർമ്മം മൂർധന്യത്തിലെത്തുമ്പോൾ യുഗ അവസാനത്തിൽ ഭഗവാൻ സ്വയം കൽക്കി രൂപത്തിൽ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും സ്വഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യും. പിന്നെയും അടുത്ത സത്യയുഗം ആരംഭിക്കുകയായി. ഈ പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 തവണ ആവർത്തിക്കുന്ന ഈ ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അത്ര തന്നെ യുഗങ്ങൾ അദ്ദേഹത്തിൻ്റെ രാത്രിയും. അങ്ങനെയുള്ള 100 വത്സരമാകുമ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ ജീവിതകാലമായി. നമ്മുടെ 3,11,40,000 കോടി വർഷങ്ങളാണ് മനുഷ്യഗണിതപ്രകാരം ഒരു ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. ഈ കണക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം അതിരറ്റതും അസാധാരണവുമെന്ന് തോന്നാം. പക്ഷേ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഒരിടിമിന്നൽ പോലെ ക്ഷണികമാണത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുമിളകളെപ്പോലെ കാരണസമുദ്രത്തിൽ എണ്ണമറ്റ ബ്രഹ്മാക്കൾ പൊങ്ങിപ്പൊലിയുന്നുണ്ട്. ബ്രഹ്മാവും ബ്രഹ്മസൃഷ്ടികളും ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ്. അവ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ബ്രഹ്മാവിന് പോലും ജനന, മരണ, രോഗ, വാർദ്ധക്യങ്ങളിൽ നിന്ന് മോചനമില്ല. എങ്കിലും പ്രപഞ്ച ഭരണാധികാരി എന്ന നിലയിൽ ബ്രഹ്മാവ് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉടൻ തന്നെ മുക്തി ലഭിക്കും. വിശിഷ്ടരായ സന്യാസികൾ ഈ പ്രപഞ്ചത്തിലെ സർവോത്കൃഷ്ടമായ ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെടാറുണ്ട്. ഉപരിഗ്രഹ വ്യൂഹത്തിൽപ്പെട്ട മറ്റു ഗ്രഹങ്ങളെയെല്ലാം അതിജീവിക്കുന്നതത്രേ ബ്രഹ്മലോകം. എങ്കിലും ബ്രഹ്മാവും മറ്റ് ബ്രഹ്മലോകവാസികളും ഭൗതിക പ്രകൃതി നിയമമനുസരിച്ച് മരണത്തിന് അധീനർ തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.